ശരിയായിട്ട് താഴെപ്പെട്ടി അടിച്ചിട്ടുണ്ട്. അബൂ ഫജർ അടിച്ച ഷീഷ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും തോന്നുന്നു. ഷീറ്റ് എന്നാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അടിമകളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് ആരായിരുന്നു? അടിമകളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ആരായിരുന്നു? ബിലാൽ റളിയല്ലാഹു അൻഹു അല്ല, സുമയ്യ ബീവി അല്ല, താർ പി ടി എം സെയ്ദിന്റെ ഫുൾ അടിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ഏത് സെയ്ദാന്ന് എങ്ങനെ അറിയാം? ഒരു സെയ്ദ് തന്നെയാണ് മുഴുവനും. ടൈമൗട്ട് ചെയ്യാം. സെയ്ദ് ബിൻ ഹാരിസ എന്നാണ് ഇവിടെ കാണുന്നത്. സെയ്ദ് ബിൻ ഹാരിസ. ഹാരിദ് താർ പി ടി എം തന്നെ അടിച്ചിട്ടുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ ആയിരിക്കും. ഉസ്താദ് എന്ന് പറയുന്നത് ഹാരിസ എന്നാണ്. നമ്മൾ ഹാരിസ് എന്ന് പറഞ്ഞപ്പോൾ ഹാരിസ എന്ന് പറയും. അടുത്ത ചോദ്യം, സ്വന്തം സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിന് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? ഓക്കെ, നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, മുക്രമന് കൊടുക്കാം. അടുത്ത ചോദ്യം, സ്വന്തം സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ യൂസുഫ് നബിക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? കഴിഞ്ഞോ? ഇനി ആരോടിക്കാല്ലേ? ടൈം ഔട്ട് ചെയ്യാം. 17 വയസ്സ് തന്നെയാണ്. താഹിർ പി ടി എം അടിച്ചിട്ടുണ്ട്. 17 വയസ്സായിരുന്നു യൂസുഫ് നബിക്ക് ആ സമയത്തുണ്ടായിരുന്ന പ്രായം. അടുത്ത ചോദ്യം, അടിമച്ചന്തയിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എത്ര പൊന്നിനാണ് ഈജിപ്തിലെ ചക്രവർത്തിയുടെ ഗവർണറായ അസീസ് വാങ്ങിയത്? അടിമച്ചന്തയിൽ നിന്നും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എത്ര പൊന്നിനാണ് ഈജിപ്തിലെ ചക്രവർത്തിയുടെ ഗവർണറായ അസീസ് വാങ്ങിയത്? വരട്ടെ, ആൻസർ വരട്ടെ. അതിവിടെ ഒരു മുട്ട ഒരാൾ നടത്തുകയാണ്. ആൻസർ വന്നിട്ടുണ്ട്. നമ്മൾ ദാറുൽ എത്ര ആൻസർ അടിച്ചു? അതായത് ലാസ്റ്റത്തെ തന്നെ പരിഗണിക്കല്ലേ. 20 പൊന്നിനാണ് ശരിയായ ആൻസർ. നമ്മൾ ദാറുൽ മുക്കറം തന്നെ അടിച്ചിട്ടുണ്ട്. 20 പൊന്നിനാണ് ഗവർണറായ അസീസ് യൂസുഫ് നബിയെ അടിമച്ചന്തയിൽ നിന്നും വാങ്ങിയത്. അടുത്ത ചോദ്യം, നരകത്തിൽ കുടൽമാലകൾ വലിച്ചിഴച്ചു നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെ പറ്റി? നരകത്തിൽ കുടൽമാലകൾ വലിച്ചിഴച്ചു നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെ പറ്റിയായിരുന്നു? ഒരാളെ പറ്റിയായിരുന്നു. അതാരായിരുന്നു? വിചരിക്കുന്നവരെ ഈബത്ത് പറഞ്ഞവരൊന്നല്ല, ഒരാളെ പേരാണ്. നരകത്തിൽ കുടൽമാലകൾ വലിച്ചിഴച്ചു നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെപ്പറ്റി? അബൂ ലഹബ് അല്ല, അബൂ ജഹൽ അല്ല, നമ്മൾ അൽത്തൈബ് ഒന്നും ഇവിടെ ഇല്ലേ? നല്ല ആൻസർ അടിക്കുന്ന ആളാണല്ലോ. ആരും ആൻസർ അടിച്ചിട്ടില്ല. അംറു ഇബ്നു ലുഅയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ വെച്ച് കണ്ടത്. അംറു ഇബ്നു ലുഅയ്യ്. അടുത്ത ചോദ്യം, ഒരു ദേശത്തിന്റെ കഥ രചിച്ചത് ആര്? ഒരു ദേശത്തിന്റെ കഥ എന്ന നോവൽ രചിച്ചത് ആര്?
ആൻസർ വന്നിട്ടുണ്ട്. ടൈം ഔട്ട് ചെയ്യുകയാണ്. SK പൊറ്റക്കാട് തന്നെയാണ്. നമ്മുടെ അനസുവാണ് അടിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വിട്ടിറങ്ങിയ ദിവസം ഏതായിരുന്നു? ഒരു മാസം, ഒരു അറബി മാസം, എത്രാം തീയതി? അതാണ് ആൻസർ അടിക്കേണ്ടത്. മദീനയിലേക്കുള്ള ഹിജ്റയ്ക്ക് വേണ്ടി നബി